Hello everyone, welcome again to English Wow. My name is Nishad. Has been, have been. Has beenും have beenും നമ്മൾ നിരന്തരം കേൾക്കുന്നുണ്ടാവും, സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്നുണ്ടാവും. അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഹാസ് ബീൻ ഹാവ് ബീൻ എന്ന് പറയുന്നത്. ഹാസ് ബീൻ്റെയും ഹാവ് ബീൻ്റെയും പ്രധാനപ്പെട്ടിട്ടുള്ള യൂസുകളുണ്ട്. അത് എല്ലാ യൂസുകളും എല്ലാവർക്കും അറിയണ്ടാവില്ല. അപ്പോൾ അതൊന്ന് വ്യക്തമാക്കുക എന്നുള്ളതാണ് ഈ ക്ലാസ്സിൻ്റെ ഒരു ലക്ഷ്യം. അപ്പോൾ ഞാൻ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ബേസ് ചെയ്തുള്ളൊരു ക്വിസ് ഇതിൻ്റെ അവസാനം കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ചെയ്യുക, എന്നിട്ട് ഇവിടെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളുണ്ട്. സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന രൂപത്തിലുള്ള, അതായത് 1-on-1 സ്പീക്കിംഗ് പ്രാക്ടീസുകളാണ് ഉണ്ടാവുക. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള ഒരാളാണെങ്കിൽ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ നമ്പർ കൊടുക്കുന്നുണ്ട്, കോൺടാക്ട് ചെയ്യാം. ഇനി നമുക്ക് ഹാസ് ബീനിലേക്കും ഹാവ് ബീനിലേക്കും വരാം. ഹാസ് ബീൻ ഹാവ് ബീൻ എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ പ്രധാനപ്പെട്ടിട്ടുള്ള യൂസ് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ കുറേ മുൻപ് തുടങ്ങി, ആ കാര്യം ഇപ്പോഴും തുടരുന്നുണ്ട്, തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ ഹാസ് ബീൻ ഹാവ് ബീൻ ഉപയോഗിക്കുക. അതിനൊരു സ്ട്രക്ചർ ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു വളരെ ഈസി ആയിട്ടുള്ളൊരു എക്സാമ്പിൾ പറയാം. ഞാൻ രാവിലെ മുതൽ കൊണ്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് രാവിലെ തുടങ്ങിയൊരു പരിപാടിയാണ് അല്ലേ? രാവിലെ തുടങ്ങിയൊരു പരിപാടി ഇപ്പോഴും തുടരുന്നുണ്ട്. രാവിലെ തുടങ്ങിയ ആക്ഷൻ എന്താണ്? വെയിറ്റിംഗ് എന്നുള്ളതാണ് അല്ലേ? ഇപ്പോഴും വെയിറ്റ് ചെയ്യുന്നുണ്ടോ? ഇപ്പോഴും വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ രാവിലെ തുടങ്ങി ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ മുൻപേ തുടങ്ങി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു. ഇങ്ങനെ മുൻപേ തുടങ്ങുകയും ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യുന്ന ഒരു കാര്യത്തെ കാണിക്കാനാണ് പ്രധാനമായിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഈ ഹാസ് ബീൻ ഹാവ് ബീൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ സെൻറ്റൻസ് നമ്മൾ എങ്ങനെ പറയാം? അപ്പോൾ ഞാൻ രാവിലെ മുതൽ കൊണ്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ പറയും? ഐ ഹാവ് ബീൻ വെയിറ്റിംഗ്. അപ്പോൾ ഹാസ് ബീൻ അല്ല ഹാവ് ബീൻ ആണ് അവിടെ വന്നത്. ഐ ആയതുകൊണ്ട് ഹാവ് ബീൻ. ഈ രണ്ട് കാര്യങ്ങളും ഹാസ് ബീനും ഹാവ് ബീനും, അത് സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോഴാണ് ഹാസ് ബീൻ ഉപയോഗിക്കുക. പ്ലൂറൽ സബ്ജക്റ്റുകളുടെ കൂടെയാണ് ഹാവ് ബീൻ ഉപയോഗിക്കുക. ഐ യു ഇതിൻ്റെ കൂടെ ഹാവ് ബീൻ ആണ് ഉപയോഗിക്കുക അല്ലേ? ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് ഞാൻ രാവിലെ മുതൽ കൊണ്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക? ഐ ഹാവ് ബീൻ വെയിറ്റിംഗ്. അപ്പോൾ ശ്രദ്ധിക്കണം, ഈ ഹാസ് ബീനും ഹാവ് ബീനും ശേഷം ഒരു ING ഫോം, ആ ആക്ഷൻ എന്താണോ ആ ആക്ഷൻ നമ്മളവിടെ പറയുന്നുണ്ട്. ഐ ഹാവ് ബീൻ വെയിറ്റിംഗ്. ചെയ്യുന്ന കാര്യം എന്താണ്? വെയിറ്റിംഗ് ആണ് അല്ലേ? ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഹിയർ. അപ്പോൾ ഞാനിവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഹിയർ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള മറ്റ് രണ്ട് കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് അറിയോ? അതൊന്ന് സിൻസ് ആണ്, ഒന്ന് ഫോർ ആണ്. അപ്പോൾ ഇത് രണ്ട് കാര്യങ്ങളും നമ്മൾ എപ്പോഴും ഈ ഒരു ടെൻസിൻ്റെ കൂടെ, അല്ലെങ്കിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ കൂടെ നമ്മളിത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്? ഞാൻ രാവിലെ മുതൽ കൊണ്ട്, ഇപ്പോൾ നമ്മളൊരു സമയം പറഞ്ഞോടെ അല്ലേ? എപ്പോഴാണ്? രാവിലെ. സോ ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഹിയർ സിൻസ് മോർണിംഗ്. കണ്ടോ? ആ സിൻസ് മോർണിംഗ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്താണെന്നുള്ളത് ഞാൻ പറയാം. ഇങ്ങനെ ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ നമ്മൾ സിൻസും ഫോറും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ എവിടെയാണ് സിൻസ് ഉപയോഗിക്കുക? എവിടെയാണ് നമ്മൾ ഫോർ ഉപയോഗിക്കുക? സിൻസ് ഉപയോഗിക്കുക എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. സിൻസ് ഉപയോഗിക്കുക നമ്മളൊരു സ്റ്റാർട്ടിംഗ് പോയിന്റിനെ കാണിക്കാനാണ്. ഒരു ആക്ഷൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ടൈം, അതിനെ കാണിക്കാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? സിൻസ് ഉപയോഗിക്കുന്നത്. ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ സിൻസ് മോർണിംഗ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ മോർണിംഗ് മുതൽ, അപ്പോൾ ആ ഒരു സമയം നമ്മൾ കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ സിൻസ് മോർണിംഗ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ആലോചിക്കേണ്ട കാര്യം, സിൻസ് ഉപയോഗിക്കുക എവിടെയാണ്? നമ്മൾ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ്, നമുക്ക് കൃത്യമായിട്ടൊരു പോയിന്റ് അവിടെ പറയാനുണ്ടാവും. അത് ചിലപ്പോൾ ഒരു വർഷമായിരിക്കാം, ഒരു മാസമായിരിക്കാം, ഏതെങ്കിലും ഡേ ആയിരിക്കാം, ഒരു പ്രത്യേകമായിട്ടുള്ളൊരു സ്പെസിഫിക് ആയിട്ടുള്ള ടൈം, ഒരു പോയിന്റ് ഓഫ് ടൈം നമുക്ക് മെൻഷൻ ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഏതാണ് ഉപയോഗിക്കുക? സിൻസ് ആണ് ഉപയോഗിക്കുക. രാവിലെ മുതൽ കൊണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിച്ചത്? സിൻസ് മോർണിംഗ് ഉപയോഗിച്ചത് അല്ലേ? അവൾ 2021 മുതൽ ഈ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്കൊരു 2021 എന്ന് പറയുന്ന ഒരു ടൈം ഉണ്ട്, കൃത്യമായിട്ടുള്ള ടൈം നമ്മുടെ മുമ്പിലുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ എങ്ങനെ പറയാം? അവൾ 2021 മുതൽ ഈ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ പറയും? ഷീ ആവുമ്പോൾ ഏതാ പറയുക? ഹാസ് ബീൻ. ഷീ ഹാസ് ബീൻ ഡൂയിങ്. എന്താ ചെയ്യുന്നത്? ദിസ് കോഴ്സ്. അപ്പോൾ ഷീ ഹാസ് ബീൻ ഡൂയിങ് ദിസ് കോഴ്സ് സിൻസ് 2021. അവിടെ സിൻസ്. പിന്നെ അതിനുശേഷം നമ്മൾ ആ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ടൈം ഏതാണ്? 2021 എന്ന് പറയുന്ന വർഷം അല്ലേ? സോ ഷീ ഹാസ് ബീൻ ഡൂയിങ് ദിസ് കോഴ്സ് സിൻസ് 2021. അപ്പോൾ നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഹാസ് ബീൻ എന്നൊന്നും പറയേണ്ട കാര്യമില്ല, ഷീസ് ബീൻ എന്നാണ് പറയാം കേട്ടോ. ഷീസ് ബീൻ അല്ലെങ്കിൽ
I've been എന്നാണ് പറയാം. I have been എന്നൊന്നും പറയണ്ട, ഷോർട്ടാക്കിയിട്ട് I've been എന്നാണ് പറയാം. സോ ഷീസ് ബീൻ ഡൂയിങ് ദിസ് കോഴ്സ് സിൻസ് 2021. സോ സിൻസ് എവിടെയാണ് നമ്മൾ ഉപയോഗിക്കുക? ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിനെ കാണിക്കാനാണ് നമ്മൾ സിൻസ് ഉപയോഗിക്കുക. അപ്പോൾ സിൻസ് വെച്ചിട്ട് ഒരു എക്സാമ്പിളും കൂടി ഞാൻ പറയാം. വെള്ളിയാഴ്ച മുതൽ മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ ഒരു ആക്ഷൻ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. കുറച്ചും കൂടി നമ്മളതിനെ മലയാളീകരിച്ച് കഴിഞ്ഞാൽ അങ്ങനെ പറയാം, ചെയ്തുകൊണ്ടേയിരിക്കുകയാണെന്ന് അറിയില്ലേ. അപ്പോൾ വെള്ളിയാഴ്ച മുതൽ കൊണ്ട് മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഈ പരിപാടി, അതായത് മഴ പെയ്യുക എന്ന് പറയുന്ന ഈ കാര്യം തുടങ്ങിയത് എപ്പോഴാണ്? വെള്ളിയാഴ്ചയാണ്. ഇപ്പോഴും പെയ്യുന്നുണ്ടോ? ഇപ്പോഴും ആ കാര്യം തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. സോ ആൻ ആക്ഷൻ ദാറ്റ് ബിഗാൻ ഇൻ ദ പാസ്റ്റ് ആൻഡ് ഇറ്റ് സ്റ്റിൽ കണ്ടിന്യൂയിങ് ത്രൂ ദ പ്രസൻറ്റ്, അതിനാണ് നമ്മൾ ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് സിൻസ് ഫ്രൈഡേ. കണ്ടോ, ഫ്രൈഡേ, സിൻസ് ഫ്രൈഡേ, വെള്ളിയാഴ്ച മുതൽ. ഇനി നമുക്ക് ഫോർ വെച്ചിട്ടുള്ള എക്സാമ്പിൾസ് നോക്കാം. ഞാനൊരു ഉദാഹരണം പറയാം. എൻ്റെ ഫാദർ 20 കൊല്ലമായിട്ട് ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ 20 കൊല്ലത്തോളമായിട്ട് ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മളൊരു 20 കൊല്ലം എന്നുള്ളതിനെ മൊത്തത്തിലാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അപ്പോൾ നമ്മളെങ്ങനെ പറയാം? മൈ ഫാദർ ഹാസ് ബീൻ ഡൂയിങ്. മൈ ഫാദർ ആയതുകൊണ്ട് ഹാസ് ബീൻ ഡൂയിങ് ദിസ് ബിസിനസ് ഫോർ 20 years. You got the idea. So my father has been doing this business for 20 years. അവിടെ amount of time, അത് തന്നെയാണ് നമ്മൾ എന്ത് ഉപയോഗിച്ചത്? ഫോർ ഉപയോഗിച്ചത്. I'll tell you another example. അവൾ 10 കൊല്ലമായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധിക്കണം, 10 കൊല്ലമായിട്ട്, 10 കൊല്ലത്തോളമായിട്ട് അവൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ മരുന്ന് കഴിക്കാൻ തുടങ്ങിയ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിനെ കുറിച്ചല്ല നമ്മൾ പറയണത്, ഇത്ര വർഷത്തോളമായിട്ട് അവൾ ആ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിന് മൊത്തത്തിലാണ് നമ്മൾ പറഞ്ഞത്. സോ അതെങ്ങനെയാണ് നമ്മൾ പറയുക? ഷീ ആണ് സബ്ജക്റ്റിൽ, ഷീ ഹാസ് ബീൻ. ഷീ ആയതുകൊണ്ട് ഹാസ് ബീൻ. ഷീ ഹാസ് ബീൻ. അപ്പോൾ നമ്മൾ മരുന്ന് കഴിക്കുക എന്താ പറയുക? ടേക്കിംഗ് എന്നാണ് പറയുക. സോ ഷീ ഹാസ് ബീൻ ടേക്കിംഗ് മെഡിസിൻ ഫോർ 10 years. 10 കൊല്ലത്തോളമായിട്ട് അവൾ എന്ത് ചെയ്യുന്നുണ്ട്? അവൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഷീ ഹാസ് ബീൻ ടേക്കിംഗ് മെഡിസിൻ ഫോർ 10 years. 3 ദിവസമായിട്ട് എന്നെ ആരോ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതെങ്ങനെ നമ്മൾ പറയുക? 3 ദിവസമായിട്ട് എന്നെ ആരോ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ആരോ എന്നുള്ളതാണ് സബ്ജക്റ്റ്. സോ നമുക്ക് ഇങ്ങനെ പറയാം, someone has been. someone വെച്ച് കഴിഞ്ഞാൽ ഹാസ് ബീൻ ആണ് കേട്ടോ. ഈ someone, everyone, no one അങ്ങനെയൊക്കെ ഉള്ളത് നമ്മൾ സിംഗുലർ ആയിട്ടാണ് എടുക്കുക. അപ്പോൾ someone വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹാസ് ബീൻ ആണ്. someone, somebody ഒക്കെ വരുന്നതാണ്. സോ someone has been ചെയ്യുന്ന ആക്ഷൻ എന്താ? calling. someone has been calling me for 3 days. 3 ദിവസമായിട്ട് എന്നെ ആരോ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ നമ്മൾ പറയും, എന്നെ ആരോ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, എന്നെ ആരോ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ ആ ഡ്യൂറേഷൻ ഓഫ് ടൈമിനെ കാണിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഫോർ നമ്മൾ ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? ഇതിലൊരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. ഒരു എക്സാമ്പിൾ പറയാം. ഐ ഹാവ് ബീൻ റൈറ്റിംഗ് എ നോവൽ ഫോർ 1 year. ഞാൻ ഒരു വർഷത്തോളമായിട്ട് ഒരു നോവൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ കുറച്ച് ലോജിക്കലിയും കൂടി ആലോചിക്കുക. അതായത് ഞാനൊരു വർഷത്തോളമായിട്ടൊരു നോവൽ എഴുതിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ 1 വർഷം മുമ്പേ തുടങ്ങിയിട്ടുണ്ട് ഈ കാര്യം, ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ എഴുതിക്കൊണ്ടിരിക്കുകയെന്നോ ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുകയാവില്ല, നമ്മൾ ആ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോവുകയാണ്. മനസ്സിലായില്ലേ? അതിൻ്റെ മിഡിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും നമ്മൾ എന്ത് പറയും? ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പറയും. അത് മുൻപ് തുടങ്ങി, പിന്നെ അതൊരു പ്രോസസ്സാണ്. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ആ പറയുന്ന സമയത്ത് അത് ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നൊന്നും ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? ഒരു ലോങ് ആയിട്ടുള്ള ഡ്യൂറേഷനിൽ നടക്കുന്ന ഒരു കാര്യമാണ്. മനസ്സിലായോ? അപ്പോൾ അതിനെ ആ ഒരു രീതിയിൽ നമ്മൾ കാണാം. അപ്പോൾ ഇതാണ് ഈ ഹാസ് ബീൻ, ഹാവ് ബീൻ്റെ ഒന്നാമത്തെ യൂസ്. ഇനി രണ്ടാമത്തെ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയാം. വി ഹാവ് ബീൻ ഫ്രണ്ട്സ് ഫോർ 3 years. വി ഹാവ് ബീൻ ഫ്രണ്ട്സ് ഫോർ 3 years. ഇവിടെ ഈ ആദ്യം പറഞ്ഞതും ഇപ്പോൾ ഈ പറഞ്ഞ സ്ട്രക്ചറും തമ്മിൽ നിങ്ങളൊന്ന് കണക്ട് ചെയ്യണം കേട്ടോ, ഒന്ന് താരതമ്യം ചെയ്യണം. ഒന്നാമത് നമ്മൾ പറഞ്ഞതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ആക്ഷൻ ഉണ്ടായിരുന്നു, എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന ഒരു ആക്ഷൻ ഉണ്ടായിരുന്നു അല്ലേ. ഇവിടെ ആ പറഞ്ഞതിൽ അങ്ങനല്ല. നേരത്തെ നമ്മൾ പറഞ്ഞ സെൻറ്റൻസിൽ ഹാസ് ബീനും ഹാവ് ബീനും പറഞ്ഞതിന് ശേഷം ഒരു ആക്ഷൻ ഉണ്ടായിരുന്നു അല്ലേ, ING വെച്ചിട്ട് നമ്മൾ ഇപ്പോൾ ഡൂയിങ്ങോ അതല്ലെങ്കിൽ ടേക്കിംഗ് ഇങ്ങനെ പറഞ്ഞൊരു ആക്ഷൻ ഉണ്ടായിരുന്നു. ഇവിടെ അങ്ങനെ ഒരു ആക്ഷൻ ഇല്ല. അവിടെ നമ്മൾ മെയിനായിട്ടുള്ളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഞങ്ങൾ 3 വർഷത്തോളമായിട്ട് ഫ്രണ്ട്സാണ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് പറയുന്നത്? വി ഹാവ് ബീൻ ഫ്രണ്ട്സ് ഫോർ 3 years. അവിടെ വി ഹാവ് ബീൻ എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ അവിടെ ഒരു ING ഒന്നും പറയുന്നില്ല. അവിടെ വി ഹാവ് ബീൻ ഫ്രണ്ട്സ് ഫോർ 3 years. 3 വർഷത്തോളമായിട്ട് ഞങ്ങൾ ഫ്രണ്ട്സാണ്. അപ്പോൾ ഇത് നമ്മളായിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അവിടെ നമ്മൾ ING ഫോമില്ല. പക്ഷേ ആ ഒരു സ്ട്രക്ചർ നിങ്ങൾ നോക്കുക, ഏകദേശം ഒരേ തന്നെയാണ് വരുന്നത്. അവിടെ ഒരു ആക്ഷൻ നടക്കുന്നില്ല എന്നേ ഉള്ളൂ.
മനസ്സിലായില്ലേ? വി ഹാവ് ബീൻ ഫ്രണ്ട്സ് ഫോർ 3 years. ഇവിടെയും ഹാസ് ബീനും ഹാവ് ബീനും ഉണ്ട് അല്ലേ? ഹാസ് ബീനും ഹാവ് ബീനും ശേഷം നമ്മുടെ ഐ എൻ ജി ഫോം പറയണില്ല എന്നല്ലേ ഉള്ളൂ. പക്ഷേ വി ഹാവ് ബീൻ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ 3 വർഷത്തോളമായിട്ട് ഫ്രണ്ട്സാണ്. ഇപ്പോഴും ഫ്രണ്ട്സ് ആണോ? ഇപ്പോഴും ഫ്രണ്ട്സ് ആണ്. ഒരു ആക്ഷൻ അവിടെ നടക്കുന്നില്ല എന്നുള്ളതുള്ളൂ. ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പിലാണ്. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ആ രീതിയിൽ തന്നെ മനസ്സിലാക്കി വെക്കുക. വി ഹാവ് ബീൻ ഫ്രണ്ട്സ് ഫോർ 3 years. ഞാൻ ഈ മറ്റുള്ള എക്സാമ്പിൾസ് പറയാം. കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ അവരിവിടെയാണ്, അല്ലെങ്കിൽ അവരിവിടെ ഉണ്ട്. കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ അവരിവിടെ ഉണ്ട്. എങ്ങനെ പറയാം? ദേ ഹാവ് ബീൻ ഹിയർ സിൻസ് ലാസ്റ്റ് സെപ്റ്റംബർ. ദേ ഹാവ് ബീൻ ഹിയർ സിൻസ് ലാസ്റ്റ് സെപ്റ്റംബർ. കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ അവരിവിടെ ഉണ്ട്. അപ്പോൾ ഇതും എന്താണ്? ഇതൊരു സ്റ്റേറ്റാണ്, ഒരു അവസ്ഥയാണ്, അങ്ങനെ ആയിരിക്കുന്ന ഒരവസ്ഥയാണ്, അല്ലാതെ ഒരു ആക്ഷനായിട്ട് അവിടെ നടക്കുന്നില്ല. ദേ ഹാവ് ബീൻ ഹിയർ സിൻസ് ലാസ്റ്റ് സെപ്റ്റംബർ. അതുപോലെ തന്നെ ഇറ്റ് ഹാസ് ബീൻ എ നൈസ് എക്സ്പീരിയൻസ്. ഇറ്റ് ഹാസ് ബീൻ എ നൈസ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നല്ലൊരു അനുഭവമാണ്, അല്ലെങ്കിൽ നല്ലൊരു അനുഭവമായിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ പറയില്ലേ? അത് ഒരേ സ്ട്രക്ചറാണ്. ഇറ്റ് ഹാസ് ബീൻ എ നൈസ് എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഇറ്റ് ഹാസ് ബീൻ എ നൈസ് മൂവി, അത് നല്ലൊരു സിനിമയാണ്, നല്ലൊരു സിനിമയായിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ പറയും. അതിനിപ്പോഴും ഒരു റെലവൻസ് ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത് കേട്ടോ. അനദർ എക്സാമ്പിൾ, ഷീ ഹാസ് ബീൻ വെരി കൈൻഡ് ടു അസ്. ഷീ ഹാസ് ബീൻ വെരി കൈൻഡ്. കൈൻഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ദയാലുവായിട്ടുള്ള, ദയ കാണിക്കുന്ന ഒരാൾ. അപ്പോൾ അവൾ നല്ല ദയയുള്ള, കൈൻഡായിട്ടുള്ള ഒരാളാണ്. അത് അങ്ങനെയാണ് എപ്പോഴും. യു അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ ഈ ഹാസ് ബീൻ ഹാവ് ബീനും ശേഷം നമ്മൾ ഐ എൻ ജി വരാത്ത ചില കേസുകളുണ്ട്. അപ്പോൾ അത് ഈ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ. ഇനി വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഈ ഹാസ് ബീൻ്റെയും ഹാവ് ബീൻ്റെയും മൂന്നാമത്തെ ഒരു യൂസ് എന്ന് പറയുന്നത് പാസീവ് വോയിസ് ആണ്. അപ്പോൾ ഈ പാസീവ് വോയിസിൽ വരുന്ന സ്ട്രക്ചറുകളിൽ ഹാസ് ബീനും ഹാവ് ബീനും നിരന്തരമായിട്ട് വരാറുണ്ട്. ഒരുപാട് ഉപയോഗിക്കപ്പെടുന്ന ഒരു സംഗതിയാണ് ഹാസ് ബീനും ഹാവ് ബീനും പാസീവ് വോയിസിൽ. ഞാനൊരു മലയാളം സെൻറ്റൻസ് പറയാം. അവനെ ആ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അവനെ ആ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇംഗ്ലീഷ് എങ്ങനെയാണ് വരിക? അത് നമ്മൾ ഇങ്ങനെയാണ് പറയുക. ഹി ഹാസ് ബീൻ, ശ്രദ്ധിക്കണം കേട്ടോ, ഹി ഹാസ് ബീൻ ഇൻവൈറ്റഡ് ടു ദ പ്രോഗ്രാം. ഹി ഹാസ് ബീൻ ഇൻവൈറ്റഡ് ടു ദ പ്രോഗ്രാം. അവനെ ക്ഷണിച്ചിട്ടുണ്ട്. എന്തിലേക്കാണ് ക്ഷണിച്ചിട്ടുള്ളത്? ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ ഹാസ് ബീൻ, ഹാവ് ബീൻ എന്ന് പറഞ്ഞതിന് ശേഷം അവിടെ ഒരു തേർഡ് ഫോം ഓഫ് ദ വേർബ്, ആ വേർബിൻ്റെ മൂന്നാമത്തെ ഫോമാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അത് പാസീവ് രൂപമാണ്. ഇവിടെ മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. എന്താണത്? ഇയാൾ ക്ഷണിക്കപ്പെട്ട ആളാണ്. ആര്? ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ഹി ഹാസ് ബീൻ ഇൻവൈറ്റഡ് ടു ദ പ്രോഗ്രാം. അയാൾ വേറെ ആരെയും ക്ഷണിച്ചിരിക്കുകയല്ല, അയാൾ ആ ക്ഷണം കിട്ടിയ ഒരാളാണ്. ഹി ഈസ് ദ റിസീവർ ഓഫ് ദി ആക്ഷൻ. അയാൾ അവിടെ ആക്ഷൻ ചെയ്യുന്നൊന്നുമില്ല, പക്ഷേ ആ പ്രവൃത്തി അയാളിലേക്ക് വന്നെത്തുകയാണ്. അതാണ് നമ്മളവിടെ പാസീവ് വോയിസ് എന്ന് പറയുന്നത്. സോ ഹി ഹാസ് ബീൻ ഇൻവൈറ്റഡ് ടു ദ പ്രോഗ്രാം. ആരാണ് ക്ഷണിച്ചത് എന്നുള്ളതൊന്നും നമ്മളവിടെ പറയുന്നില്ല. അത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും എന്തിൽ പറയാം? പാസീവ് വോയിസിൽ നമ്മൾ പറയാം. സോ ഹി ഹാസ് ബീൻ ഇൻവൈറ്റഡ് ടു ദ പ്രോഗ്രാം. ഐ ഹാവ് ബീൻ ആസ്ക്ഡ് ടു റിട്ടേൺ ദ ബുക്സ്. ഇതേ സ്ട്രക്ചറിലാണ്. ഐ ഹാവ് ബീൻ ആസ്ക്ഡ്, എന്നോട് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അല്ലേ? എന്തിന്? ഐ ഹാവ് ബീൻ ആസ്ക്ഡ് ടു റിട്ടേൺ ദ ബുക്സ്. ബുക്സ് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നോടാണ് പറഞ്ഞത്, ഞാൻ പറഞ്ഞതല്ല. അപ്പോൾ ഇത് പാസീവ് സെൻറ്റൻസ് ആണ്. ഐ ഹാവ് ബീൻ ആസ്ക്ഡ് ടു റിട്ടേൺ ദ ബുക്സ്. ആ പ്രോഗ്രാം ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. എങ്ങനെ പറയാ? ആ പ്രോഗ്രാം ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ദാറ്റ് പ്രോഗ്രാം ഹാസ് ബീൻ ക്യാൻസൽഡ്. ദാറ്റ് പ്രോഗ്രാം ഹാസ് ബീൻ ക്യാൻസൽഡ്. has been and have been. That program has been cancelled. ചില സമരക്കാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ പറയാം? ചില സമരക്കാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സമരക്കാരെ എന്നുള്ള നമ്മൾ പ്രൊട്ടസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ എങ്ങനെ പറയാം? ചില അല്ലേ? സം പ്രൊട്ടസ്റ്റേഴ്സ് ആണ്. അപ്പോൾ ഹാസ് ബീൻ അല്ല, ഏതാ വരിക? ഹാവ് ബീൻ. സോ സം പ്രൊട്ടസ്റ്റേഴ്സ് ഹാവ് ബീൻ അറസ്റ്റഡ്. ഹാവ് ബീൻ അറസ്റ്റ് അല്ല, സം പ്രൊട്ടസ്റ്റേഴ്സ് ഹാവ് ബീൻ അറസ്റ്റഡ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന്, എന്താണ് ഒന്നാമത് നമ്മൾ പറഞ്ഞത്? ഒരു കാര്യം തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഹാസ് ബീൻ, ഹാവ് ബീൻ പറഞ്ഞതിന് ശേഷം ഐ എൻ ജി ഫോം ഓഫ് ദ വേർബ്. ആൻ ആക്ഷൻ ദാറ്റ് ബിഗാൻ ഇൻ ദ പാസ്റ്റ് ആൻഡ് ഇറ്റ് സ്റ്റിൽ കണ്ടിന്യൂയിങ് ത്രൂ ദ പ്രസൻറ്റ്. അതൊന്നാമത്തെ പ്രസൻറ്റ് ഹാസ് ബീൻ, ഹാവ് ബീൻ്റെ ഒന്നാമത്തെ യൂസ്. ഇനി രണ്ടാമത്തെ നമ്മൾ എന്താ പറഞ്ഞത്? ഹാസ് ബീനും ഹാവ് ബീനും ശേഷം ഐ എൻ ജി വരാത്ത കാര്യങ്ങൾ, ഒരു അവസ്ഥനെ കുറിച്ച്, ഒരു സ്റ്റേറ്റ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് ബീൻ ഫ്രണ്ട്സ് നമ്മൾ പറഞ്ഞു അല്ലേ? വി ഹാവ് ബീൻ ഫ്രണ്ട്സ് ഫോർ 3 years. നമ്മൾ 3 വർഷത്തോളമായിട്ട് ഫ്രണ്ട്സാണ്. അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ ഒരു യൂസ് എന്ന് പറയുന്നത് അതാണ്. മൂന്നാമത്തെ എന്താ പറയുന്നത്? പാസീവ് രൂപങ്ങളിൽ വി ഹാവ് ബീൻ ഇൻവൈറ്റഡ് ടു ദ പാർട്ടി, അല്ലെങ്കിൽ ഹി ഹാസ് ബീൻ ഇൻവൈറ്റഡ് ടു ദ പ്രോഗ്രാം എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ? അപ്പോൾ ഹാസ് ബീനും ഹാവ് ബീനും ശേഷം അവിടെ എന്താണ് വരുന്നത്? തേർഡ് ഫോം ഓഫ് ദ വേർബാണ് വരുന്നത്. മനസ്സിലായോ? ഈ 3 കാര്യങ്ങളാണ് വളരെ പ്രധാനമായിട്ട് ഹാസ് ബീനും ഹാവ് ബീനിലും വരുന്നത്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ
ഇംഗ്ലീഷിൽ നിങ്ങളത് നന്നായിട്ട് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സുകളുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ നമ്പർ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. So I'll be back soon with another useful lesson. Till then, bye bye.